നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യ പപ്പി, നീ എന്താ അവിടെ? പതിക്ക് ഇങ്ങ് വാ. ഭാഗ്യം, വീടിന്റെ മുൻവശത്ത് ആരുമില്ല. വാതിലും അടച്ചിട്ടിട്ടുണ്ട്. സത്യ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? പഠിച്ചോണ്ടിരിക്കയായിരിക്കും. ചേച്ചിയമ്മ സത്യയുടെ അടുത്ത് ഉണ്ടാവോ എന്തോ? ചിലപ്പോ ഉണ്ടാവില്ല. രാത്രി ചേച്ചിയമ്മയ്ക്ക് ഫയല് നോക്കാനുണ്ടാവും. അതുകൊണ്ട് സത്യ പഠിപ്പിക്കാൻ ചേച്ചിയമ്മയ്ക്ക് സമയം കിട്ടാറില്ലെന്നാ സത്യ പറയാറ്. അതുകൊണ്ട് സത്യമുറിയിൽ ഒറ്റയ്ക്കാവാനാണ് സാധ്യത. അയ്യോ, ഒരു കാറ് വരുന്നുണ്ടല്ലോ. ദൈവമേ, ചേച്ചിയമ്മ എന്നെ കാണരുതേ. ചേച്ചിയമ്മ എന്നെ കണ്ട എല്ലാം പൊളിയും. ചേച്ചിയമ്മ ഇപ്പൊ തന്നെ അമ്മയെ വിളിച്ച് വിവരം പറയും. സത്യമ്മ അറിയും. സത്യമ്മ അറിഞ്ഞ ഇനിയും എന്നെ തല്ലും. ഓക്കെ, അത് സൈൻ ചെയ്തേക്ക്. ശരി, അപ്പൊ ഞാൻ വിളിക്കാം. അമ്മേ. ആ രാമേട്ട, നാളെ രാവിലെ 8 മണിക്ക് എത്തണം. ശരി. വേലന്മലയിൽ അനധികൃതമായി പാറഖനനം നടക്കുന്നുണ്ട്. അതൊന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ 10:30 റവന്യൂ മിനിസ്റ്ററുടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ശരി, രാവിലെ 8 മണിക്ക് തന്നെ എത്തിക്കോളാം. ശരി. എന്താ ഒരു ശബ്ദം കേട്ടത്? അവിടെയാ, ഞാൻ നോക്കാം. ഏയ് വേണ്ട, വല്ല പട്ടിയോ പൂച്ചയോ ആയിരിക്കും. ആ, രാമേട്ടൻ പോയിക്കോളൂ. ആ. ശരി. അമ്മേ. രക്ഷപ്പെട്ടു. ചേച്ചിയമ്മ കണ്ടില്ല. ചേച്ചിയമ്മ ഡ്രൈവറെങ്കിലോ വന്നിരുന്നെങ്കിൽ എന്നെ കണ്ടുപിടിച്ചാനെ. എവിടെയായിരിക്കും സത്യ? അയ്യോ, ശാരദാമ്മ. പപ്പി, നീ എന്താ അവിടെ? പതിക്ക് ഇങ്ങ് വാ. നീ എന്താ ഈ നേരത്ത്? പതിക്കെ, ആരും കേക്കണ്ട. അവിടെ സത്യമ്മ വല്യച്ഛന്റെ
ആ ആന്റിയുടെയും കല്യാണം നടത്താൻ പോവാ. അതെയോ? ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. അതിനാ ഞാൻ വന്നത്. നീ അകത്തേക്ക് വാ, ഞാൻ അമ്മയെ വിളിക്കാം. അയ്യോ വേണ്ട സത്യ, ആരും അറിയണ്ട ഞാൻ വന്നത്. ഞാൻ വന്ന കാര്യം നീ മാത്രം അറിഞ്ഞാ മതി. എന്നെ കാണാതാവുമ്പോ വീട്ടിലെല്ലാരും എന്നെ തിരക്കി നടക്കും. അങ്ങനെ വിഷ്ണു അച്ഛന്റെ കല്യാണം മുടങ്ങും. അത് നല്ല ഐഡിയ. പക്ഷെ ആരും അറിയാതെ പപ്പിയെ ഈ മുറിയിലേക്ക് ഞാൻ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരും? ഒരു വഴിയുണ്ട്. നീ അവിടെ തന്നെ നിക്ക്. മോളെ ചായ കഴിക്കെടുത്ത് വെക്കട്ടെ? ഇപ്പൊ വേണ്ടമ്മേ, കുറച്ചുകൂടെ കഴിയട്ടെ. മോളെ, എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഇല്ല അമ്മേ. പിന്നെ നീ എങ്ങോട്ട് പോവാ? അതമ്മേ, പെൻസില് ജനല് വഴി പുറത്ത് വീണു. പെൻസിൽ ജനൽ വഴി പുറത്തു വീണെന്നോ? അതെങ്ങനെ വീണു? പറന്നു ചെന്നതാണോ അത് നീ എടുത്ത് പുറത്തെറിഞ്ഞതാണോ? ഇല്ല അമ്മേ, ഞാൻ ജനലിന്റെ അടുത്ത് നിന്ന് പെൻസിലിന്റെ മൊന വെട്ടിക്കൊണ്ട് നിന്നതാ. അപ്പ കയ്യിന്ന് വീണുപോയി. അപ്പൊ അത്രയ്ക്കുണ്ട് ശ്രദ്ധ. സോറി അമ്മേ. എന്തായാലും നീ അവിടെ നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. രാത്രിയല്ലേ. അയ്യോ വേണ്ട അമ്മ, പോണ്ട. അതെന്താ ഞാൻ പോയി എടുത്താല്? രാത്രി ആയോണ്ട് സത്യമോക്ക് പേടിയാവുന്നോർത്തല്ലേ അമ്മ വിടാത്തത്. അതെ. ഈ സത്യമോൾ ആരാന്നറിയാവോ? കളക്ടറുടെ മോളാ. എനിക്ക് ഒരു പേടിയില്ല. അമ്മ നോക്കിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തോണ്ട് വരാം. ഓ ശരി. പപ്പി, നീ ഇവിടെ തന്നെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്തിനാ? പൈപ്പ് തുറന്നിടാൻ. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.